ബിൽഡ് യുവർ ബിസിനസ് ഫ്രം യുവർ പാഷൻ. ഇഷ്ടമില്ലാത്തൊരു ജോലി ചെയ്ത് നമ്മൾ കാലം കഴിച്ചു കൂട്ടണോ, അതോ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യത്തിൽ നിന്ന് നല്ലൊരു ബിസിനസ്, അതിലൂടെ മികച്ചൊരു ജീവിതം നിങ്ങൾക്ക് വേണം? ഇഷ്ടമുള്ള ഒരു ബിസിനസ് നിങ്ങളുടെ പാഷനിൽ നിന്ന് സൃഷ്ടിച്ചെടുക്കാൻ കഴിയാവുന്ന, ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയാവുന്ന 10 പ്രധാനപ്പെട്ട ടെക്നിക്കുകളാണ്, ഐഡിയകളാണ് ഞാനിവിടെ പറയുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഒരു പാഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. എന്തിനാണ് ഉള്ളിൽ ഈ പാഷൻ എന്ന് ചോദിച്ചാൽ, ഈ പാഷൻ ഉള്ളവർക്ക് മാത്രമാണ് ഇതിനകത്ത് വിജയിക്കാൻ വേണ്ടി കഴിയുക. ആ പാഷൻ എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള, എൻ്റെതായ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ബിസിനസ് എന്നുള്ള പാഷൻ, അതിനുള്ള ഒരു ഫയർ ഉള്ളിലുണ്ടായിരിക്കണം. ഇതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഐഡന്റിഫൈ യുവർ പാഷൻ എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ പാഷൻ ഐഡന്റിഫൈ ചെയ്യണം. പാഷൻ എന്ന് പറയുന്നത് എത്ര ചെയ്താലും മതി വരാത്ത, മടുപ്പ് വരാത്ത, വീണ്ടും വീണ്ടും ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന, ഓരോ ദിവസം ഉറക്കമുണരുമ്പോഴും ഇതെങ്ങനെ പുതിയ കാര്യങ്ങൾ ചെയ്യാം, എങ്ങനെ എന്ത് വ്യത്യസ്തമായി ചെയ്യാമെന്ന് നിങ്ങളെ മനസ്സിനെ പ്രചോദിപ്പിക്കുന്ന കാര്യങ്ങളാണ് പാഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും പാഷൻ ഉണ്ടാവും. ആ പാഷൻ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാനൊരു പ്രോസസ്സ് ഉണ്ട്. അത് ഐഡന്റിഫൈ ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് ഇവിടെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ചെയ്യേണ്ടത് എന്താ? മാർക്കറ്റ് റിസർച്ച് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഈ പാഷൻ ഉണ്ട്. ഇപ്പം എൻ്റെ പാഷൻ ടീച്ചിങ് ആണെങ്കിൽ ആ ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ടുള്ള മാർക്കറ്റിനകത്ത് ആൾക്കാർക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? ടീച്ചിങ്ങിൻ്റെ മാർക്കറ്റ് എന്ന് പറയുന്നത് ആരാ? സ്റ്റുഡൻ്റാണ്. അപ്പോൾ ആരൊക്കെയായിരിക്കും സ്റ്റുഡൻറ്റ്? അത് നോർമലി സ്കൂൾ സ്റ്റുഡൻസ് ആണോ, കോളേജ് സ്റ്റുഡൻസ് ആണോ, അല്ല സംരംഭകരാണോ, അല്ല ബിസിനസ് ചെയ്യുന്നവരാണോ, അതല്ല പ്രൊഫഷണൽസ് ആണോ? ആരൊക്കെയാണ് സ്റ്റുഡൻസ്? അവരുടെ ട്രീറ്റ്സ് എന്താ, അവരുടെ ആവശ്യങ്ങൾ എന്താ, ഇത് നമ്മൾ പഠിക്കാം. മാർക്കറ്റിൽ നമ്മളുടെ പാഷൻ്റെ അതെന്താണോ പാഷൻ, ആ പാഷനുമായി ബന്ധപ്പെട്ട് മാർക്കറ്റിൽ റിസർച്ച് ചെയ്ത് മാർക്കറ്റിൻ്റെ ആവശ്യങ്ങൾ പഠിക്കുക എന്നുള്ള. മറ്റൊരു കാര്യം എന്താ? മൂന്നാമത്തെ, ഡെവലപ്പ് എ ബിസിനസ് ഐഡിയ. മാർക്കറ്റിൽ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. നമ്മുടെ പാഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാർക്കറ്റ് നമ്മൾ റിസർച്ച് ചെയ്തപ്പോൾ മാർക്കറ്റിൽ ചില ആവശ്യങ്ങളുണ്ട് നമുക്കറിയാം. നമ്മുടെ പാഷനുമായി ബന്ധപ്പെട്ട കുറേ ആവശ്യങ്ങൾ, കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ഉണ്ട്. അതിന് സൊല്യൂഷൻ ആവുന്ന, ആ നീഡ്സിനെ പരിഹരിക്കാൻ കഴിയാവുന്ന, കസ്റ്റമറുടെ പെയിൻ പോയിന്റ്സിന് ക്യൂർ ചെയ്യാൻ കഴിയാവുന്ന ഒരു ബിസിനസ് അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കണം. അതിനുള്ളൊരു ബിസിനസ് ഐഡിയ ഉണ്ടാക്കിയെടുക്കുക. ബിസിനസ് ഐഡിയ ഉണ്ടായാലോ? ബിസിനസ് ഐഡിയ ഉണ്ടായ ബിസിനസ്സിന് പ്ലാൻ വേണം. ഐഡിയ എന്ന് പറയുന്നത് കൺസെപ്റ്റ് മാത്രമാണ്. കസ്റ്റമേഴ്സിന് ഇപ്പോൾ ഞാൻ പറയുന്നു, ഒരു എക്സാമ്പിളിന് പറയുകയാണെങ്കിൽ, ഡാൻഡ്രഫ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം മാർക്കറ്റിലുണ്ട്. ഡാൻഡ്രഫിനൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഐഡിയ. ഡാൻഡ്രഫിന് സൊല്യൂഷൻ ആയിട്ടുള്ള ഒരു ഷാമ്പൂ, അല്ലെങ്കിൽ ഡാൻഡ്രഫിന് സൊല്യൂഷൻ ആയിട്ടുള്ള ഒരു ഓയിൽ, അതൊരു ഐഡിയ. ആ ഐഡിയക്ക് ഒരു പ്ലാൻ ഉണ്ടാക്കണം. ബിസിനസ് എന്ത് ഉൽപ്പാദിപ്പിക്കണം, അതിൻ്റെ കണ്ടന്റ് എന്തായിരിക്കണം, അതിനകത്ത് എങ്ങനെ വരണം, എവിടെ ഫാക്ടറി വേണം, എത്ര ഉൽപ്പാദിപ്പിക്കണം, ഏത് മാർക്കറ്റിൽ കൊടുക്കണം, ഇതൊക്കെയാണ് ബിസിനസ് പ്ലാൻ. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ? അടുത്ത കാര്യം എന്ന് പറയുന്നത് ബിൽഡ് യുവർ ബ്രാൻഡ് എന്ന. നിങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തെ ബ്രാൻഡ് ചെയ്യണം. നിങ്ങൾക്കൊരു കമ്പനി ഫോം ചെയ്യണം. അത് പ്രൊപ്പറേറ്റർഷിപ്പ് ആവാം, പാർട്ട്ണർഷിപ്പ് ആവാം, പ്രൈവറ്റ് ലിമിറ്റഡ് ആവാം, എന്തോ ആവാം. അതിനൊരു പേര് വേണം, അതിന് ലോഗോ വേണം, അതിനൊരു ഐഡന്റിറ്റി വേണം. അങ്ങനെ ഒരു ബ്രാൻഡിനെ ബിൽഡ് ചെയ്തെടുക്കുക. ആദ്യം പ്രൊഡക്റ്റ് അല്ല, ബ്രാൻഡാണ് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുന്നത്. അത് കഴിഞ്ഞാലോ, ഡെവലപ്പ് യുവർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ്. നിങ്ങളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഡെവലപ്പ് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ ഡാൻഡ്രഫ് ആണെങ്കിൽ, ഡാൻഡ്രഫിന് സൊല്യൂഷൻ ആയിട്ടുള്ള ഒരു ഓയിൽ ഓർ അതല്ലെങ്കിൽ ഒരു ഷാമ്പൂ, ആ പ്രൊഡക്റ്റിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞാലോ, മാർക്കറ്റ് യുവർ ബിസിനസ്. പ്രൊഡക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? ബിസിനസ് നമ്മൾ മാർക്കറ്റ് ചെയ്യണം. നമ്മുടെ ഈ പ്രൊഡക്റ്റിനെ, നമ്മുടെ ഈ ബിസിനസ്സിനെ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളത്. ഇങ്ങനെ മാർക്കറ്റ് ചെയ്ത് കുറേ ആളുകൾ പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാലോ, എക്സലൻ്റ് ആയിട്ടുള്ള കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യുക. എൻക്വയറിയോട് കൃത്യമായി റെസ്പോണ്ട് ചെയ്യുക. കുറേ സിസ്റ്റം കൊണ്ടുവരിക. കമ്മ്യൂണിക്കേഷൻ, ഓപ്പറേഷൻ, പ്രൊഡക്റ്റിൻ്റെ ആഫ്റ്റർ ഡെലിവറി സർവീസ്, കൃത്യമായ സർവീസ്. അതായത് നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് വാങ്ങുന്ന ഒരു കസ്റ്റമർ ഒരു കാരണവശാലും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് മാർക്കറ്റിലേക്ക് കൊടുക്കരുത്. ഒരാളോടെങ്കിലും നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് നല്ലത് പറയണം, നമ്മുടെ സർവീസിനെ കുറിച്ച് നല്ലത് പറയണം. അപ്പം കസ്റ്റമർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ മാർക്കറ്റിൽ ഇരിക്കുന്നത്. അതായത് നമുക്ക് കുറേ പണം ഉണ്ടാക്കുക എന്നതായിരിക്കരുത് ഒരു ബിസിനസ്സിൻ്റെ ലക്ഷ്യം. പകരം ഓരോ തരത്തിലുള്ള ആവശ്യങ്ങളുള്ള, പെയിൻ പോയിന്റ്സ് ഉള്ള, നീഡ്സ് ഉള്ള കസ്റ്റമറിനെ കാറ്റർ ചെയ്യുക, സെർവ് ചെയ്യുക എന്നതായിരിക്കണം. പിന്നെ ചെയ്യേണ്ടത് ഇവാലുവേറ്റ് ആൻഡ് അഡാപ്റ്റ്. നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു. നമ്മൾ പ്രൊഡക്റ്റ് പാഷൻ ഐഡന്റിഫൈ ചെയ്തു, മാർക്കറ്റ് റിസർച്ച് നടത്തി, ബിസിനസ് ഐഡിയ ഉണ്ടാക്കി, പ്ലാൻ ഉണ്ടാക്കി, പ്രൊഡക്റ്റ് ആക്കി അല്ലെങ്കിൽ സർവീസ് ഡെവലപ്പ് ചെയ്തു, അതിനെ മാർക്കറ്റ് ചെയ്തു, കച്ചവടം ചെയ്തു, കസ്റ്റമർക്ക് സർവീസോ കൊടുത്തു. എന്നിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം ഈ ഓരോ പ്രോസസ്സും. ഓരോ പ്രോസസ്സ് ഇവാലുവേറ്റ് ചെയ്ത് എവിടെയെങ്കിലും ലാക്കിംഗ് പോയിന്റ് ഉണ്ടോ, എവിടെയെങ്കിലും നമുക്ക് വീഴ്ചകൾ പറ്റുന്നുണ്ടോ, എവിടെയെങ്കിലും തെറ്റായ കീഴ്വഴക്കങ്ങളിലേക്ക് നമ്മൾ പോകുന്നുണ്ടോ,
മനസ്സിലാക്കുക, എന്നിട്ട് അതിന് ചേഞ്ച് ചെയ്യുക. അതേപോലെ മാർക്കറ്റിനകത്തുള്ള ട്രെൻഡുകൾ എന്തൊക്കെയാണ്, പുതുതായിട്ട് മറ്റുള്ള കോമ്പറ്റീറ്റർ എന്താ ചെയ്യുന്നത്, അല്ലെ മാർക്കറ്റിൽ എന്ത് ഡെവലപ്മെൻറ്റാണ് വരുന്നത്, കസ്റ്റമറുടെ ചിന്തകളിൽ, കസ്റ്റമറുടെ ആവശ്യങ്ങളിൽ, അവരുടെ നീഡ്സിൽ, പ്രിഫറൻസിൽ എന്ത് മാറ്റമാണ് വരുന്നത്, അതിന് അഡാപ്റ്റ് ചെയ്യാൻ തയ്യാറാവുക. നമ്മൾ അഡാപ്റ്റ് ചെയ്യുക, നമ്മുടെ ബിസിനസ്സിലേക്ക് അഡാപ്റ്റ് ചെയ്യുക. ഫൈനലി, സ്റ്റേ പാഷനേറ്റ് ആൻഡ് പെർസിസ്റ്റന്റ്. പാഷനേറ്റ് ആയിരിക്കുക, നിങ്ങളുടെ ബിസിനസ്സിനോട്, നിങ്ങളുടെ സംരംഭത്തോട് മാക്സിമം പാഷനേറ്റ് ആയിരിക്കുക. അതിനോടൊരു വല്ലാത്ത അടുപ്പം ഉണ്ടാവുക, പാഷൻ ഉണ്ടാവുക. പാഷനും ഫാഷനും ഉണ്ട്. ഫാഷൻ എന്ന് പറയുന്നത് ഒരു ഫാഷൻ, ഒരു കാലത്തിനനുസരിച്ച് ഇപ്പം ഞാൻ ഒരു പുതിയ ട്രെൻഡി ഡ്രസ്സ് വരുന്നു, ഒരു സിനിമയ്ക്കകത്ത് ഒരു ട്രെൻഡി ഷർട്ട്, ഒരു ട്രെൻഡി മാർക്കറ്റ്, ഞാനതിൻ്റെ ഒരു ഫാഷൻ്റെ ഭാഗമായി അതെടുത്തണിയും. പാഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. എൻ്റെ പാഷനാണ് എൻ്റെ ഡ്രസ്സിനെ സ്വാധീനിക്കുന്നതെങ്കിൽ എൻ്റെ പാഷൻ, എനിക്ക് ഏറ്റവും യോജിച്ച്, എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ് ഞാൻ എടുക്കുക. അപ്പോൾ ഫാഷൻ അല്ല, പാഷനാണ്. അപ്പം സ്റ്റേ പാഷനേറ്റ് ആയിരിക്കുക. നിങ്ങളുടെ എയിമിനോട്, നിങ്ങൾ എന്ത് പ്രൊഡക്റ്റ്, സർവീസ്, എന്ത് സൊല്യൂഷനാണോ മാർക്കറ്റിൽ കൊടുക്കുന്നത്, നിങ്ങൾ ആരെയാണോ കാറ്റർ ചെയ്യുന്നത്, ആരെയാണോ സെർവ് ചെയ്യുന്നത്, ആ ചിന്തയോട്, ആ പ്രൊഡക്റ്റിനോട്, ആ സർവീസിനോട്, ആ ബിസിനസ്സിനോട്, ആ സൊല്യൂഷനോട് നിങ്ങൾ പാഷനേറ്റ് ആയിരിക്കുക. അതേപോലെ അത് പെർസിസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്തുക. ഇതാണ് നിങ്ങളുടെ പാഷനിൽ നിന്ന്, നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യത്തിൽ നിന്ന് നിങ്ങൾക്കൊരു ബിസിനസ് ചെയ്തെടുക്കാനുള്ള ഏറ്റവും നല്ല വഴി, ഏറ്റവും എളുപ്പമായ വഴി. അപ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനകത്ത് എങ്ങനെയാണ് ഈ വീഡിയോ അവസാനിക്കുന്ന സമയത്ത് വീഡിയോ കണ്ടത് നിങ്ങൾക്ക് എന്താണ് കിട്ടിയത്, നിങ്ങളുടെ പാഷനെ ഐഡന്റിഫൈ ചെയ്യാനോ, നിങ്ങളുടെ പാഷനിൽ നിന്നൊരു ബിസിനസ് ഉണ്ടാക്കാനോ നിങ്ങൾക്ക് സഹായമായിട്ടുണ്ടോ, ഈ വീഡിയോ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക. അതേപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പാഷനിൽ നിന്ന് ഒരു ബിസിനസ് കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്ന മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന രൂപത്തിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോക്കകത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളൊരു സംരംഭകനാണെങ്കിൽ, സംരംഭം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ, നിങ്ങൾ ആദ്യം നിങ്ങളുടെ പാഷൻ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ആ പാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സായി നിങ്ങളുടെ ബിസിനസ്സിനെ കൺവേർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ദിസ് ഈസ് സൈനിങ് ഓഫ്. ദിസ് ഈസ് സുഭാഷ് മാർട്ടിനോട്, റൈറ്റ് ക്ലിക്ക് ഇൻസൈറ്റ്സ് ആൻഡ് സൊല്യൂഷൻസ്.